നമസ്കാരം. സ്വപ്നങ്ങളെപ്പറ്റി വയലാർ രാമവർമ്മ ഇങ്ങനെ എഴുതി: സ്വപ്നങ്ങളെ നിങ്ങൾ സ്വർഗകുമാരികളല്ലേ, നിങ്ങൾ ഈ ഭൂമിയിലില്ലായിരുന്നെങ്കിൽ നിശ്ചലം ശൂന്യമീ ലോകം. ഈ പാട്ട് കാവ്യമേള എന്ന സിനിമയിലേതാണെങ്കിൽ നിലമ്പൂർ മേളയിൽ നമ്മുടെ കുറേ യുവകോമള കുഞ്ചര സഖാക്കൾ കുറേ സ്വപ്നങ്ങൾ കണ്ടു. അതൊക്കെ ഇപ്പോൾ കേൾക്കാൻ എന്ത് രസമാണെന്നോ. കിനാക്കളും പൂമരങ്ങളും പൂക്കളും ശലഭങ്ങളും നക്ഷത്രങ്ങളും എല്ലാം അവർക്ക് വലിയേട്ടൻ സ്വരാജിൻ്റെ പ്രതിരൂപങ്ങളായി. വേണ്ടാത്തതൊക്കെ വെറുതെ സങ്കല്പിച്ച് അവർ സ്വരാജ്യൻ നായരെ കേരളത്തിൻ്റെ വിപ്ലവ സ്വപ്നമാക്കി. സ്വരാജിനായി ആദ്യം സ്വപ്നാടനത്തിനിറങ്ങിയത് ഡിവൈഎഫ്ഐയുടെ സമുന്നതനായ നേതാവ് VK സനോജായിരുന്നു. താടിയിൽ നിന്നും ഇറ്റുവീഴുന്ന സൈദ്ധാന്തിക സന്തോഷാശ്രുക്കൾ ഒപ്പിയെടുത്ത് അനിയൻ ഇങ്ങനെ പറഞ്ഞു: ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥികൾ വിജയിക്കുന്ന ഒരു മണ്ഡലമായി ഈ മണ്ഡലം മാറും. മൂന്നാമത് പിണറായി ഗവൺമെന്റിന്റെ തുടർച്ചയിലേക്കുള്ള വിജയ വിളംബരമായി സഖാവ് സ്വരാജിന്റെ വിജയം ഇവിടെ മാറും എന്ന കാര്യത്തിൽ ഒരു താമസം. അടുത്തതായി സ്വപ്നത്തിന്റെ വിപ്ലവക്കളത്തിലിറങ്ങിയത് സഖാവ് ജയിക്കായിരുന്നു. സാധാരണ മനുഷ്യന്മാർ സ്വപ്നം കാണുന്നത് പോലെയല്ല ജെയ്സി തോമസ് സ്വപ്നം കാണുന്നത്. നമ്മളൊക്കെ കണ്ണടച്ചാണ് സ്വപ്നം കാണുക. എന്നാൽ സഖാവ് തോൽക്ക് വായ തുറന്നു വെച്ചാണ് സ്വപ്നങ്ങൾ കാണുന്നത്. വായിലൂടെ കണ്ട സ്വപ്നങ്ങളിൽ ഇങ്ങനെയായിരുന്നു സ്വരാജ്. ലോകം സ്വരാജിലൂടെ സാക്ഷാത്കരിക്കാൻ കൊതിക്കുന്ന കുറേ സ്വപ്നങ്ങളുണ്ടത്രേ. കേരളം നടന്നു തീർത്ത അത്ഭുതങ്ങളെപ്പറ്റി വിവരിച്ചുകൊണ്ട് ജയിക്കു പറയുന്നത് ഈ പാർട്ടിയുടെ സമഗ്രത, സൂക്ഷ്മത, വാഗ്ദത്ത രേഖ, മാനിഫെസ്റ്റോ തുടങ്ങിയവയെപ്പറ്റിയാണ്. കേരളം നേടിയെടുത്ത ഈ അത്ഭുതകരമായ മാറ്റങ്ങൾ തുടരണമെങ്കിൽ സ്വരാജ് വരണം. ജയിക്കിൻ്റെ സ്വപ്നങ്ങളിലെ സ്വരാജ് പൂചൂടി മാത്രമല്ല പ്രത്യക്ഷപ്പെടുന്നത്, പീലി തിരുമുടി ചൂടി ഗസലും പാടിയാണ്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകത കേരളം ഒന്നടങ്കം ഞങ്ങൾ ആഗ്രഹിക്കുന്ന വിജയം അത് നിലമ്പൂരിൽ ഇടതുപക്ഷത്തിന്റെ മുഖമായ സഖാവ് M സ്വരാജിന്റെ വിജയമാണ് എന്ന് കേരളത്തിലെമ്പാടും ആളുകൾ ആഗ്രഹിക്കുന്നു എന്നുള്ളതാണ് നമുക്ക് സൂചിപ്പിക്കാൻ കഴിയുന്നത്. നിലമ്പൂർ വഴി കേരളം മൂന്നാമത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ തുടർഭരണത്തിന് സാക്ഷ്യം വഹിക്കും എന്ന് അദ്ദേഹം പറയുകയാണ്. സ്വരാജ് പണ്ട് തൃപ്പൂണിത്തറയിൽ പോയി കോൺഗ്രസിലെ രണ്ടാമനായ K ബാബുവിനെ മലർത്തിയടിച്ച കഥയാണ് മറ്റൊരു DYFI നേതാവായ വസീഫിന് പറയാനുണ്ടായിരുന്നത്. വിട്ട വഴി തിരിച്ചെടുക്കാൻ ആനയ്ക്ക് പോലും അസാധ്യമാണെന്ന് അറിയാതെയാണ് വസീഫ് തള്ളിമറിച്ചതൊക്കെ. ആദ്യം എങ്ങനെയോ ചക്ക വീണ് K ബാബു എന്ന മുയൽ ചത്തത് ശരിയാണ്. പക്ഷേ രണ്ടാം തവണ K ബാബു ഈ വിപ്ലവകുമാരനെ കാലുവാരി നിലത്തടിച്ചത് വസീഫ് അങ്ങ് മറന്നുപോയി. പോത്തുകല്ല് കേരളത്തിനും ഇന്ത്യക്കും സംഭാവന ചെയ്ത സ്വരാജ് കേരളത്തിലെ ചെറുപ്പക്കാർക്കെല്ലാം ഒരു സ്വകാര്യ അഹങ്കാരമാണത്രേ. അദ്ദേഹം വലിയൊരു പ്രതീക്ഷയാണ് പുതിയ തലമുറയ്ക്ക് നൽകുന്നത്. എന്തായാലും പോത്തുകല്ലുകാർ ആ അഹങ്കാരത്തിന് പരിഹാരം കണ്ടു. പടിക്കലിട്ട് പയ്യന് പണി കൊടുത്തു. വസീഫിൻ്റെ വീരഗാഥകൾ ഇങ്ങനെയായിരുന്നു: പോത്തുകല്ലുകാരനായ സഖാവ് M സ്വരാജ്, ഈ നാട്ടുകാരൻ, ഈ നാട്ടിൽ നിന്ന് കേരളത്തിലേക്കും ഇന്ത്യയിലേക്കും സംഭാവന ചെയ്ത ഈ നാടിന്റെ അഭിമാനമായ ചെറുപ്പക്കാർക്കെല്ലാം ഒരു സ്വകാര്യ അഹങ്കാരമായിട്ടുള്ള ഒരു പ്രതിഭയാണ് സഖാവ് M സ്വരാജ്. ജയിക്കും എന്നതിലൊരു തർക്കവുമില്ല. മികവിൽ മികച്ചേരിയും വിപ്ലവത്തിൻ്റെ ക്യാപ്സൂൾ വിഴുങ്ങി സൈക്കോസിസിൻ്റെ വല്ലാത്ത അവസ്ഥയിലൂടെ കടന്നു പോകുന്ന കോമഡി കോമ്രേഡായ K അനിൽകുമാർ സ്വരാജിനെ പറ്റി കണ്ട ഒരു സ്വപ്നമുണ്ടായിരുന്നു. ഇനി എന്താണ് ഇവിടെ ചെയ്യാൻ ബാക്കിയുള്ളത് എന്ന ചോദ്യം കേട്ട് നിലമ്പൂർ തേക്കുകളിൽ കൂടുകൂട്ടിയിരുന്ന വേട്ടാവളിയന്മാർ കോക്രി പിടിച്ചുകൊണ്ട് പറന്നുപോയി. അവറ്റകൾ മണ്ണുരുള കൊണ്ട് വീടൊരുക്കുന്ന തിരക്കിലായിരുന്നു. ഈയം പൂശാനുണ്ടോ എന്ന് ഈയം പൂശുകാർ പണ്ട് വിളിച്ചു ചോദിച്ച പോലെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പൂശിത്തരാമെന്നാണ് K അനിൽകുമാർ പറഞ്ഞത്. കേരളത്തിലെ 140 മണ്ഡലങ്ങളിലും ഇടതുപക്ഷ ജനാധിപത്യത്തിലേക്ക് നിർത്താൻ പറ്റുന്ന സ്ഥാനാർത്ഥികളിൽ ഏറ്റവും മികവാർന്ന ഒരാളെ ഈ നിലമ്പൂരിന് കിട്ടി, ഈ നാട്ടിൽ നിന്ന് കിട്ടി. ആ ഒരു ഉജ്ജ്വല വിജയം ഉറപ്പിച്ചു LDF. വൻപിച്ച വിജയമാണ്. ഇനി എന്താണ് ഇവിടെ ചെയ്യാൻ ബാക്കിയുള്ളത്? സ്കൂളുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? ആശുപത്രികൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? റോഡുകൾ നന്നാക്കാൻ ബാക്കിയുണ്ടോ? സ്വപ്നം കാണുമ്പോൾ വലിയ വലിയ സ്വപ്നങ്ങൾ കണ്ടോളൂ. അഹങ്കാരത്തിന് നിലമ്പൂരുകാർ UDFകാർക്ക് കൂലി തരുമെന്നായിരുന്നു വിപ്ലവ തിരുമകൻ അരുൺകുമാർ കോൺഗ്രസിൻ്റെ നേതാവ് BRM ഷഫീറിനെ വെല്ലുവിളിച്ചത്. സതീശൻ കഞ്ഞിക്കുഴിയുടെ ആദർശത്തിനും നിലമ്പൂരിലെ ജനങ്ങൾ ആണി അടിക്കുമെന്നായിരുന്നു അരുൺകുമാറിൻ്റെ പ്രവചനം. ഞങ്ങളുടെ സിറ്റിംഗ് സീറ്റ് പിടിച്ചെടുക്കാൻ നിങ്ങൾ കണ്ടിയിടുമെന്ന തരത്തിലായിരുന്നു അദ്ദേഹത്തിൻ്റെ വെല്ലുവിളി.
ഫലം വന്നതോടെ അരുൺകുമാറിന് തിങ്കളാഴ്ച വലിയ അളവിൽ ലൂസ് മോഷൻ ഉണ്ടായി. വെല്ലുവിളിച്ച് വയറിളകുന്ന ഒരു വളിപ്പൻ പ്രസ്ഥാനമായല്ലോ ദൈവമേ ഇത്. ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഇപ്പോഴാ. നിങ്ങൾ ഞങ്ങളുടെ കയ്യിലിരിക്കുന്ന ഒരു സീറ്റും തിരിച്ചു പിടിക്കാൻ നിങ്ങൾക്ക് പറ്റിയിട്ടില്ല. ഇപ്പോ നിങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന ഇടതുപക്ഷത്തിന്റെ കയ്യിലുണ്ടായിരുന്ന നിലമ്പൂർ സീറ്റ് ഐക്യജനാധിപത്യ മുന്നണിക്ക് അനുകൂലമായി ഞങ്ങൾ എടുത്തിരിക്കും. എഴുതി വെച്ചോ. അത് സ്വപ്നം കാണുമ്പോ വലിയ സ്വപ്നം കണ്ടോളൂ. ശരി, ഇതുപോലെ ആക്ഷേപഹാസ്യവും അധിക്ഷേപവും അഹങ്കാരവുമായിട്ട് ഇറങ്ങിത്തിരിക്കാൻ നിങ്ങൾക്ക് ചില മാധ്യമങ്ങളുടെ ഈ യുവ നേതാക്കന്മാർ ചില കാലങ്ങളിൽ നടത്തിയ ശ്രമം വിജയിച്ചു എന്ന് വെച്ച് ശാശ്വതമായി അത് വിജയിക്കാൻ പോകുന്നില്ല. ഒരു തവണ ചക്കയിട്ടപ്പോൾ മൊയിൽ ചത്തുന്ന് വെച്ച് എപ്പോഴും അങ്ങനെ മൊയിൽ ചാവില്ല. നിങ്ങളുടെ ഈ കരിങ്കാലി സതീശൻ കഞ്ഞിക്കുഴിയുടെ ഈ ആദർശം ഉണ്ടല്ലോ, സതീശൻ കഞ്ഞിക്കുഴിയുടെ സംസ്കാരം, അത് ജനങ്ങൾ ആണിയടിക്കും. അവസാനത്തെ ആടി കാത്തി